കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനുമായി ആരംഭിച്ച സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 5 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നൽകാനുള്ളത്. 10 കോടി രൂപ സാമ്പത്തിക ബാധ്യതയുള്ള ഹാൻവീവിന് വിവിധ ഇനങ്ങളിലായി സംസ്ഥാന സർക്കാർ 9 കോടി രൂപ നൽകാനുണ്ട്. GST ഏർപ്പെടുത്തുകയും 10% റിബേറ്റ് പിൻവലിക്കുകയും ചെയ്ത കേന്ദ്ര നടപടിയും ഹാൻവീവിന് തിരിച്ചടിയായി. കുറേയേറെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഊടും പാവുമായിരുന്ന കൈത്തറി വ്യവസായം ഇഴപൊട്ടി ഇല്ലാതാവുകയാണ്. കൈത്തറിക്ക് കൈത്താങ്ങാകാൻ 1971 ആരംഭിച്ച കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ഹാൻവീവ് പ്രതിസന്ധിയോട് മല്ലടിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. 5 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നൽകാനുള്ളത്. ഗഡുക്കളായാണ് നിലവിൽ ശമ്പളം നൽകുന്നത്. 168 ജീവനക്കാരും 1500 നെയ്ത്ത് തൊഴിലാളികളുമാണ് നിലവിൽ കോർപ്പറേഷന് കീഴിലുള്ളത്. ശമ്പള കുടിശ്ശികയ്ക്കൊപ്പം ആനുകൂല്യങ്ങളും വൈകുകയാണ്. 2016 മുതൽ ഇങ്ങോട്ട് നേരെ ചൊവ്വേ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ലഭിക്കുന്നത് KSRTC മോഡലാണ്, ഗഡുക്കളായിട്ട് 2000, 3000, 5000 ആയിട്ട്. അത് തന്നെ അവരുടെ പ്രയാസം. ഒരു സ്വന്തമായി കുടുംബസമേതം താമസിക്കുന്നവർക്ക് വീട്ടിൻ്റെ ലോണ്, വിദ്യാഭ്യാസ ലോണ്, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഉണ്ട്. നേരെ ചൊവ്വേ ജോലിക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. 10 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നിലവിൽ കോർപ്പറേഷനുള്ളത്. ഇതിൽ 9 കോടി രൂപയും സർക്കാർ നൽകാനുള്ളതാണ്. ആഘോഷവേളകളിൽ തുണിത്തരങ്ങൾക്ക് റിബേറ്റ് പ്രഖ്യാപിച്ചാണ് ഹാൻവീവ് വിപണി കണ്ടെത്തുന്നത്. നേരത്തെ 30% റിബേറ്റ്. 20% സംസ്ഥാന സർക്കാരും 10% കേന്ദ്രവുമായിരുന്നു നൽകേണ്ടിയിരുന്നത്. എന്നാൽ കേന്ദ്രവിഹിതം പിൻവലിച്ചിട്ട് വർഷങ്ങളായി. സംസ്ഥാനം റിബേറ്റ് ഇനത്തിൽ നൽകാനുള്ള തുകയാണ് ബാധ്യതയിലൊന്ന്. സ്കൂൾ യൂണിഫോമിന് തുണി നൽകിയ പണവും ലഭിച്ചിട്ടില്ല. വിവിധ ഗ്രാന്റുകളും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടറുടെ ഓഫീസിലേക്ക് കണക്കുകളും ഫയലുകളും കൃത്യമായി അയക്കുന്നുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഹാൻഡ്ലൂം ഡയറക്ടേഴ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഡയറക്ടറാണ് ഇതിൻ്റെ അധിപൻ. അവരുടെ ടേബിളിൽ നിന്നാണ് സർക്കാരിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. എനിക്കിപ്പോൾ ലഭ്യമായ വിവരം, സർക്കാരിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴും ഹാൻഡ്ലൂം ഡയറക്ടർ ഈ ഹാൻവീവിൻ്റെ കഴുത്ത് പിടിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമായ തെളിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2004 ശേഷം ശമ്പള പരിഷ്കരണം പോലും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. കേന്ദ്രം കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് GST ഏർപ്പെടുത്തിയതും അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതും പ്രതിസന്ധി രൂക്ഷമാക്കി. പല ഹാൻവീവ് യൂണിറ്റുകളും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയാണ്. ഉള്ളവയിലാകട്ടെ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമുള്ള തുണിത്തരങ്ങളാണ് ഇപ്പോൾ വിൽക്കുന്നത്. ന്യൂസ് മലയാളം, കണ്ണൂർ.